നമസ്കാരം. ഓം 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 കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. പരിസരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അഗസ്ത്യമുനിയുടെ ആശ്രമം വളരെ അടുത്താണെന്ന് ശ്രീരാമനും ലക്ഷ്മണനും മനസ്സിലാക്കി. ശ്രീരാമൻ അപ്പോൾ അവരോട് പറയുകയാണ്, ഈ പുണ്യപ്രദേശത്ത് അദ്ദേഹം വസിക്കാനായി എന്നു മുതൽ തുടങ്ങിയോ അന്നു മുതൽക്ക് രാക്ഷസന്മാർ പ്രശാന്തരായിട്ട്, വളരെ ശാന്തരായിട്ട്, ശത്രുതയില്ലാത്തവരായി പരിണമിച്ചു. അവർ മറ്റുള്ള മുനിമാരെയും മനുഷ്യരെയുമൊക്കെ സുഹൃത്തുക്കളായി പരിഗണിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്, അഗസ്ത്യ മഹർഷിയുടെ പേരിലാണ് 3 ലോകങ്ങളിലും ഈ പ്രദേശം വിഖ്യാതമായത്. അഗസ്ത്യൻ എന്ന നക്ഷത്രം ഭാദ്രപദ മാസത്തിലെ 17-ാം തീയതി ദക്ഷിണ ദിക്കിൽ ഉദയം ചെയ്യുന്നുവെന്നും വിശ്വസിക്കുന്നു. അതുപോലെ വിന്ധ്യപർവ്വതം ഇദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് വീണ്ടും ഉയരം കൂടാതെ നിൽക്കുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ഈ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ സേവിച്ചുള്ള ജീവിതം നയിക്കുന്ന ആശ്രമമാണ് ഇത്. അദ്ദേഹം നമ്മളെ തീർച്ചയായിട്ടും ശ്രേയസ്സുള്ളവരാക്കും. അതുകൊണ്ട് ഇനി നമുക്ക് വനവാസത്തിൻ്റെ ശേഷകാലം ഇവിടെ വസിക്കാമെന്ന് ശ്രീരാമൻ ഉദ്ദേശിക്കുന്നു. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. ശ്ലോകം 89. അത്ര ദേവാസ ഗന്ധർവാഃ സിദ്ധാച്ഛ പരമർഷയഃ അഗസ്ത്യം നിയതാഹാര സതതം പര്യുപാസതേ. ഇവിടെ ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും പരമഹർഷിമാരും വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എപ്പോഴും ഉപാസിച്ചുകൊണ്ട് വസിക്കുന്നു. ശ്ലോകം 90. നാത്ര ജീവേൻ മൃഷാവാദി ക്രൂരോ വാ യദി വാ ഷഠഃ നൃശംസ പാപവൃത്തോ വാ മുനിരേഷ തഥാവിധഃ. അസത്യവാദിയോ ക്രൂരനോ ഷഠനോ നൃശംസനോ പാപവൃത്തനോ ആയ ഒരുവനും ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല. അപ്രകാരമുള്ളവനാണ് ഈ മഹർഷി, അത്ര പ്രഭാവമുള്ളവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ശ്ലോകം 91. അത്ര ദേവാച്ഛയക്ഷാച്ഛ നാഗാച്ഛ പദഗൈ സഹഃ വസന്തി നിയതാഹാര ധർമ്മമാരാധയിഷ്ണവഃ. ഇവിടെ ദേവന്മാരും യക്ഷന്മാരും നാഗങ്ങളും പതംഗങ്ങളും മറ്റും നിരാഹരരായി ധർമാരാധനയിൽ ഇച്ഛിക്കുന്നവരായി ഒരുമിച്ച് പാർക്കുന്നു. ശ്ലോകം 92. അത്ര സിദ്ധാമഹാത്മാനോ വിമാനൈ സൂര്യസംനിഭൈഃ ത്യക്ത്വാ ദേഹാൻ നവൈർദേഹൈ സ്വരാദ്യാ പരമർഷയഃ. ഇവിടെ വെച്ച് മഹാത്മാക്കൾ തപസ്സിദ്ധി പ്രാപിച്ച് പരമർഷികളായി ദേഹങ്ങൾ വെടിഞ്ഞ് പുതിയ ശരീരങ്ങളുടെ സൂര്യപ്രഭമായ വിമാനങ്ങളിൽ കയറി സ്വർഗം പോകുന്നു. ശ്ലോകം 93.
യക്ഷത്വം അമരത്വം ച രാജ്യാനി വിവിധാനി ച അത്ര ദേവാ പ്രയച്ഛന്തി ഭൂതൈരാരാധിതാ ശുഭൈഹൈ. ശുഭന്മാർ അല്ലെങ്കിൽ സത്തുക്കളായ ആളുകൾ ആരാധിച്ചു പോരുന്ന ദേവന്മാർ യക്ഷത്വം അമരത്വം എന്നീ വിവിധ ലോകങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വസിക്കുന്നു. ശ്ലോകം 94, 11-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ആഗതാശ്രമപദം സൗമിത്രേ പ്രവിശാഗ്രതഃ നിവേദയേഹേ മാം പ്രാപ്തും ഋഷയേ സഹസീതയാ. 94-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇതാ നമ്മൾ ആശ്രമത്തിലെത്തിക്കഴിഞ്ഞു. സൗമിത്രേ, മുമ്പേ ചെല്ലൂ. ഞാൻ സീതയോടുകൂടി എത്തിയിരിക്കുന്നു എന്ന് മഹർഷിയെ അറിയിക്കൂ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.